ഡിവോഴ്സായി എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ നേരത്തെ പറയുന്ന കാര്യം അതൊരു അസുഖമാണ്, മാറിക്കോളും, കുഴപ്പമില്ല, ഗെറ്റ് വെൽ സൂൺ. അത്തരം അസുഖമുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാവും, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞത് ഈ ബിടെക്സ് പോലത്തെ ബന്ധമൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. ഈ ചോദിക്കുന്നത് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് അമ്പലത്തിൽ പോയിട്ട് അതിനും വരെ തെറി പറയാൻ ആൾക്കാരുണ്ട്. അപ്പൊ അവര് അത് മാറ്റാൻ വേണ്ടി പറ്റൂല. ഈ എടുത്താൽ അറിയാം നമുക്ക് അതിനകത്ത് എന്തൊക്കെയാ കാണുന്നത്. പല ബ്രാൻഡ് ഉണ്ട്, ബിടെക്സ് ഉണ്ട്, ജെൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചു തയ്ച്ചാൽ മാറിക്കോ. അല്ല, അതാ ഞാൻ പറഞ്ഞേ, അവരുടെ സ്നേഹം കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങൾ കുറേയധികം ആൾക്കാർ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരെയും പേഴ്സണലി ചെന്ന് കണ്ട് പറയാൻ പറ്റില്ല, എല്ലാവർക്കും പേഴ്സണലി കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു, അവരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പ്രോബ്ലി ഒരു ബ്ലാങ്ക് സൈലൻസ്. സ്നേഹം ഇല്ല, അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആസ് എ ഹ്യൂമൻ അതെന്നും ഇതേ രീതിയിൽ തന്നെ തുടരും. തീർച്ചയായും ഞങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കും. ഞങ്ങൾ കണ്ടവരുടെ വീട്ടിൽ കയറി അവരുടെ കുടുംബത്തിന് ചീത്ത പറയാൻ പോകില്ല. ഞങ്ങൾ അത്രയും ആ ലെവലിലേക്ക് ഒരിക്കലും പോകില്ല. പിന്നെ ഓവറായിട്ട് ഞങ്ങൾ എന്താ പറയുക, ഈ ആൾക്കാർ പറയും, ഓ നിങ്ങളെ കണ്ട് മടുത്തു, കാണണ്ട. അയ്യോ, ഞങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്തിട്ടില്ല, കാണണ്ട, നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല, കണ്ടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് അവരോട് സ്നേഹം തന്നെ, ഒരു കുഴപ്പമില്ല. ഓ ഇവിടെയും വന്നോ, പിന്നെ ഞങ്ങൾ ജീവിക്കണ്ടേ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. ഇത് പിന്നെയും വന്നു, ശരിടാ എന്താ നോക്കണ്ടേ? നമ്മൾ വഴിയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പോകാന്നുണ്ടെങ്കിൽ മുഖം തിരിച്ച് പോകത്തല്ലേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഓ നീ പിന്നെയും വന്നുല്ലേ, എനിക്ക് നിന്നെ കാണേണ്ടി വരും. ഇത് പണ്ടൊരാൾ എല്ലാ ദിവസവും പഴത്തൊലിയിൽ ചവിട്ടി വീഴും, അടുത്ത ദിവസം വന്ന വഴിക്ക് അവിടെ പഴത്തൊലി ഇന്നും വീഴേണ്ടി വരുമല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥ മാറിപ്പോയാൽ പോരെ. സെലിബ്രിറ്റികളൊക്കെ കുറച്ച് പരസ്യങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട് ഗെയിം പോലത്തെ. അതാണ് ഉദ്ദേശിച്ചത്. കാരണം സമൂഹത്തിൽ ഒരുവിധം ഉള്ള ആൾക്കാരൊക്കെ ഇന്നിപ്പോൾ ഗെയിം ആപ്പ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അല്ല, ഞാൻ ഗെയിം ആപ്പൊന്നും ഞാൻ ഒരിക്കലും അല്ല, അതുപോലുള്ള ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. അതിപ്പോൾ കേസ് നടക്കുന്നുണ്ടല്ലോ. അത് ലീഗൽ പെൻഡൻസി ഉള്ളൊരു കേസാണ്. അത് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തു എന്നൊക്കെ പറയുന്നു. നിയമം തെളിയിക്കും, അതിനുള്ള ആക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ പല ആൾക്കാരുടെയും പേര് വരും, ആക്ഷൻ അത് നടന്നു.